ഹലോ ഫ്രണ്ട്സ്, ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ കുവൈത്തിലേക്കുള്ള അധ്യാപക ഒഴിവിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ്. ഓക്കെ, ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. കുവൈത്തിലെ വിദ്യാഭ്യാസ മന്ത്രാലയം അടുത്ത അധ്യയന വർഷത്തിലേക്ക് വേണ്ടിയിട്ടുള്ള 2025-26 വർഷത്തിലേക്കുള്ള വിദേശ അധ്യാപകരെ നിയമിക്കുന്നതിനായിട്ടുള്ള നടപടികൾ പുനരാരംഭിക്കുന്നതാണ്. കുവൈത്ത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് സിവിൽ സർവീസ് കമ്മീഷൻ ഇത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശാസ്ത്ര മാനവിക വിഷയങ്ങളിലായിട്ട് ആകെ 324 അധ്യാപക ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. ആകെ 720 പേരെയാണ് വേണ്ടത്. ഇതിലെ 324 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ യോഗ്യരായ പ്രവാസി അധ്യാപകരെ തേടുന്നത്. 236 പുരുഷനും അതേപോലെ തന്നെ 88 വനിതാ അധ്യാപകർക്കായിട്ടും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ഒഴിവുകൾ എങ്ങനെയെന്ന് നോക്കാം. ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിന് 2 വനിതാ അധ്യാപകർ, ഫ്രഞ്ച് 15 പുരുഷ അധ്യാപകർ, മാത്തമാറ്റിക്സ് 55 പുരുഷ അധ്യാപകർ, അതേപോലെ തന്നെ 60 വനിതാ അധ്യാപകർ, ജനറൽ സയൻസ് എന്ന സബ്ജക്റ്റിന് 25 പുരുഷ അധ്യാപകർ, ഫിസിക്സ് 17 പുരുഷ അധ്യാപകർ, 11 വനിതാ അധ്യാപകർ, കെമിസ്ട്രി എന്ന സബ്ജക്റ്റിന് 6 പുരുഷ അധ്യാപകർ, ബയോളജി 13 പുരുഷ അധ്യാപകർ, ജിയോളജി 3 പുരുഷ അധ്യാപകർ, ഫിലോസഫി 15 പുരുഷ അധ്യാപകർ, കമ്പ്യൂട്ടർ സയൻസ് 1 പുരുഷ അധ്യാപകർ, സോഷ്യൽ സ്റ്റഡീസ് എന്ന സബ്ജക്റ്റിന് 13 പുരുഷ അധ്യാപകർ, ഇന്റീരിയർ ഡിസൈൻ എന്ന സബ്ജക്റ്റിന് 2 പുരുഷ അധ്യാപകർ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് 7 പുരുഷ അധ്യാപകർ, ഹിസ്റ്ററി 9 പുരുഷ അധ്യാപകർ, ജിയോഗ്രഫി 9 പുരുഷ അധ്യാപകർ എന്നിങ്ങനെയാണ് ഒഴിവുകൾ വരുന്നത്. ഇതിലേക്ക് വേണ്ട യോഗ്യത എന്നത് നിയമങ്ങൾക്ക് മതിയായ വ്യവസ്ഥകളും അതേപോലെ തന്നെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ടെന്ന് CSE അറിയിച്ചു. എന്ന് വെച്ചാൽ ഈ ഒരു സബ്ജക്റ്റിനൊക്കെ പഠിപ്പിക്കേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. കുവൈത്തി മാതാപിതാക്കൾക്ക് ജനിച്ച നോൺ കുവൈത്തി അപേക്ഷകർക്ക് മുൻഗണന നൽകുന്ന 3/2017 സർക്കുലർ പ്രകാരമായിരിക്കും നിയമന നടപടികൾ നടക്കുന്നത്. അതേപോലെ തന്നെ ഓരോ ഒഴിവുകളിലേക്കും പ്രത്യേകമായിട്ട് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഒരു അപേക്ഷ മാത്രമല്ല, ഓരോ സബ്ജക്റ്റിനായിട്ടും ഓരോന്നായിട്ടും അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്ന് നോക്കാം. ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേനയാണ് അപ്ലൈ ചെയ്യേണ്ടത്. സൈറ്റ് സന്ദർശിച്ച ശേഷം ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. തുടർന്ന് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒക്കെ നൽകിയിട്ട് അപേക്ഷ പൂർത്തീകരിക്കുക. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഫീസോ അതേപോലെ തന്നെ ഏതെങ്കിലും ഇടനിലക്കാരോ ഇല്ല. നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക്